ഹലോ, ഇതാ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലഞ്ച് കുക്കിംഗ് വീഡിയോ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു 1 വീക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വാട്ട് ഈറ്റിൻ്റെ ഇടയിലായിട്ടും ഷോർട്സിലൊക്കെ ആയിട്ട് കുറച്ച് പാർട്ടായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലെ പല ഭാഗങ്ങളും. അപ്പോൾ ഇന്നാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഗീ റൈസ് വെക്കാൻ പോവാണ്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഗീ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം എടുത്തത് ജീരകശാല റൈസാണ്. അപ്പോൾ 2 കപ്പ് ജീരകശാല റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അങ്ങനെ 3 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇന്ന് ഈ 2 കപ്പ് ജീരകശാല റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്. സവോളയുടെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഗീ റൈസിന് വേണ്ടിയിട്ട് ഇത്രയും സവോള എന്തിനാണിപ്പോൾ നിങ്ങൾ വിചാരിക്കും. ഞാനത് വഴിയെ കാണിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗീയാണ്. അപ്പോൾ എൻ്റെ അമ്മച്ചി വീട്ടിൽ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്ന ഗീയാണ്. അപ്പോൾ നമ്മുടെ ഒരു 4-5 സവോള, ചെറിയ സവോളയാണ്, വളരെ തിന്നായിട്ട് കട്ട് ചെയ്തു. അതിന് ശേഷം ഞാനിതാ പോട്ടെടുത്തു, നമ്മുടെ നെയ്ച്ചോറ് വെക്കാനുള്ള പോട്ടെടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ നെയ്ച്ചോറിൽ അല്ലെങ്കിൽ ഗീ റൈസിൽ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കോക്കനട്ട് ഓയിൽ മാത്രം ചെയ്യാതെ അതിൻ്റെ കൂടെ ഗീയും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സവോള കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോള തിന്നായിട്ടാണ് കട്ട് ചെയ്തത്. ഫ്രൈഡ് ഓണിയൻസ് കുറച്ച് കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബാച്ചായിട്ട് ഫ്രൈഡ് ഓണിയൻസ് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഒരു 3 ബാച്ചോളം വറുത്ത് കോരാനുള്ള ക്വാണ്ടിറ്റി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു പിടി അങ്ങനെ ഓരോരോ പിടിയായിട്ട് 3 തവണയേ ചെയ്യാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഓണിയൻസ് ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് എല്ലാം കൂടെ ഇട്ട് ഒരു ബാച്ച് ഇട്ട് പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൈം എടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് തന്നെയാണിത്. അപ്പോൾ നല്ല ഗീലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മുറുകയാണ്. പിന്നെ പാകമാകുമ്പോൾ തന്നെ വറുത്ത് കോരണം, ഇല്ലെങ്കിൽ കയ്പ്പ് രസം വരും. കയ്പ്പ് രസം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഗീ റൈസ് ഫ്ലോപ്പ് ആവും.
അപ്പോൾ ഇതാ ഈ എന്താ ഇതും കൂടെ പൊരിച്ച് കോരിയതിന് ശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ എന്താണ് ഈ ഒരു ഓയിലിലേക്ക് ഇടും. അപ്പോൾ ഫ്രൈഡ് ഓണി എന്താ പറയുക കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസും കംപ്ലീറ്റ് അതും കൂടെ വറുത്ത് കോരും. അപ്പോഴത്തേനും ഏകദേശം പൊരിക്കൽ പരിപാടി ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള പൊരിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം വറുത്ത് കോരി, അതായത് ഫ്രൈഡ് ഓണിയൻസ് കംപ്ലീറ്റ് വറുത്ത് കോരി. ഇനി ഈ ഒരു ഗീ ഓയിൽ മിക്സിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും കൂടി, കാഷ്യൂനട്ട് ഒരുപാട് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാറ്റാം. അപ്പോൾ ഇതാ കാഷ്യൂനട്ട് ഇട്ടു. ഞാൻ കാഷ്യൂനട്ടൊക്കെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രൈഡ് ഓണിയനും കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാഷ്യൂനട്ടും കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഗീ റൈസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് ഓണിയനൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ടേസ്റ്റ് കൂടുന്ന രീതിയിലുള്ള ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെക്കുന്ന ഒരു ഗീ റൈസാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഫ്രൈഡ് ഓണിയനും കാര്യങ്ങളൊക്കെ ബിരിയാണിക്കാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇടുന്നത്. നെയ്ച്ചോറിന് പെട്ടെന്ന് നെയ്ച്ചോറ് തട്ടിപ്പൊത്തി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതിനും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ ഫ്രൈഡ് കാഷ്യൂനട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ്. അപ്പം ഇതിൽ കുറേ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്രൈഡ് ഓണിയനും കാഷ്യൂനട്ടും ഒരുമിച്ച് ചേർന്നിട്ട് ആ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേന്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എൻ്റെ ഫേവറേറ്റാണ്. ഭയങ്കര ചൂടാണ്, അപ്പോൾ ചൂടിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അതെടുത്ത് വായിലോട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഫ്രൈഡ് ഓണിയൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ആ ഗീലൊക്കെ വറുത്ത് കോരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഗീലും കൊക്കനട്ട് ഓയിലും കൂടി വറുത്ത് കോരിയിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഗീ റൈസിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആ സെയിം ഗീ ഓയിൽ മിക്സിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എന്താ പറയുക, ഓരോന്നോരോന്നായിട്ട് ഏലക്കായും അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ ഇടുകയാണ്. അപ്പോൾ അത് ഇടുമ്പോഴത്തേനും അതും ഒന്ന് ചൂടാകുമ്പോഴത്തേനും അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവറുണ്ട്. അപ്പോൾ അതും നമ്മൾ പൊരിച്ച് ഒരുപാടൊന്നും ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇനി നെക്സ്റ്റ് എൻ്റെ ഗീ റൈസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റൈസ് എടുത്തായിരുന്നു, 2 കപ്പ് റൈസ് എടുത്തായിരുന്നു. അപ്പോൾ അത് 2 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് കുറച്ച് മുന്നേ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ 2 കപ്പ് റൈസ് ഞാനിതാ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് ഇനി നന്നായിട്ട് വറുക്കുകയാണ്. അരി വറുക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളൊന്ന് വറുത്തിട്ട് നമ്മൾ ബിരിയാണിയോ അതുപോലെ തന്നെ നെയ്ച്ചോറോ ഫ്രൈഡ് റൈസ് അങ്ങനെ ആ വക ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ വറുത്തിട്ട് വെക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അരി നമ്മുടെ ഒരു പരുവം എന്ന് മനസ്സിലാവുന്നത് ഒരു അരി ആവുന്നത്, ആ ഒരു പരുവം ആവുന്നത് ഒരു റൈസിൻ്റെ അരിയുടെ ഒരു ഫ്ലേവറും വരും, സ്മെല്ല് വരും. അത് മാത്രമല്ല, നമ്മുടെ പാത്രത്തിലുണ്ടല്ലോ, നമ്മുടെ പോട്ടിൽ റൈസ് കിടന്ന് തട്ടുന്ന ഒരു സൗണ്ട് ആദ്യ സമയത്തൊന്നും അത് കേൾക്കത്തില്ല. അതിൻ്റെ ആ ഒരു ഫോം ആയെങ്കിൽ, അരി വറുത്തു എന്നുള്ള ആ ഒരു സിമ്പൽ എന്ന് പറയുന്നത് റൈസിൻ്റെ ഒരു കിടുകിടുകിട എന്നുള്ള ഒരു സൗണ്ട്, ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ഞാൻ ഈ റൈസ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ആയി കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും. അതിനുശേഷം ഞാനിതാ കെറ്റിലിൽ വെള്ളം വെച്ച്, ഞാൻ ഈ കപ്പ് കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കപ്പിലാണ് ഞാൻ അരി അളന്നത്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ വേണം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അളവെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ സെയിം, അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, ആ ഒരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. അല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം റൈസും വറ്റിച്ചെടുക്കുവാണല്ലോ, വെള്ളം വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. നമ്മൾ ഊറ്റി മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര ഇപ്പം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പം വറ്റിച്ചെടുക്കുന്ന റൈസ് ആയതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ അളന്നിട്ടാണ് കെറ്റിലേക്ക് വെള്ളം വെച്ചത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ കെറ്റിലിൽ ചൂടാകാൻ വെച്ചത്. അപ്പോൾ 2 കപ്പ് റൈസിന് 3 കപ്പ് ചൂടുവെള്ളം.
അപ്പോൾ ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 50% ആയിട്ടുണ്ട്. നമ്മുടെ ഗീ റൈസിൻ്റെ 50% ആയിട്ടുണ്ട്. അപ്പം വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഒണിയൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇടുകയാണ്. എന്നാന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പല സ്റ്റെപ്പുകളായിട്ട് പല തവണ ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച ഉടനെ തന്നെ ഒരു പിടി കാഷ്യൂ നട്ടും ഒരു പിടി ഫ്രൈഡ് ഒണിയനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ റൈസിന് നല്ല ഒരു ഫ്ലേവർ കൊടുക്കും. അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൻ്റെയും റൈസിൻ്റെയും അളവ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ ഗീ റൈസ് എന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പം വെള്ളം കൂടിപ്പോയി, വെള്ളം കുറഞ്ഞു പോയി, ആ വക കൺഫ്യൂഷനൊന്നും നമുക്കില്ല. പിന്നെ ഈ ഒരു ജീരകശാല റൈസ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പം ഇത് നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ജീരകശാല റൈസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേക പേരോ കാര്യങ്ങളോ ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി, ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊന്ന് മാറ്റി നോക്കുകയാണ്. ആയിട്ടില്ല കേട്ടോ, ആവുന്നതേ ഉള്ളൂ. എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാനായിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഞാനിന്ന് രാവിലത്തെ ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് ഗീ റൈസിന് വേണ്ടി എടുക്കുന്നതും. നമ്മുടെ ഏകദേശം വെള്ളം ഒക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അരി കടിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വെൽ കുക്കാവുമ്പോഴത്തേനും നമുക്ക് കുക്കാവുന്ന സമയത്ത് നമ്മുടെ വാട്ടറിൻ്റെ ആ ഒരു അളവെന്നൊക്കെ പറയുന്ന കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ ആ ചിക്കൻ കറി ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഉച്ചയ്ക്ക് ഗീ റൈസിന് കോമ്പിനേഷനായിട്ട്. അപ്പോൾ പിന്നെ പരിപ്പ് കറി റെഡിയാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഒണിയനും കാഷ്യൂ നട്ടും പൊരിച്ച് വെച്ചത് അവിടെ ഇരിപ്പുണ്ട്. അതും ഇനി നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഗീ റൈസിലേക്ക് ഇനി ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ റൈസ് വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസ് കറക്റ്റ് ഒരു ഫോമിലായ സമയത്ത് ഞാൻ അതിന് ശേഷം നമ്മുടെ ഫ്രൈഡ് ഒണിയനും കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റൈസ് എന്ന് പറയുന്നത് വെള്ളമൊക്കെ മാറി കറക്റ്റ് സെറ്റായി കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് കഴിച്ച് നോക്കിയപ്പോഴത്തേനും ഗീ റൈസ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരുപാട് ഇനിയിപ്പോൾ ഫ്ലെയിം ഇനിയും കൂടുതൽ നേരം ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് ഓവർ കുക്കായി പോകും. അപ്പോൾ റൈസൊക്കെ കറക്റ്റായി പെർഫെക്റ്റ് കുക്കായി നല്ല അടിപൊളി ഗീ റൈസ്. അപ്പോൾ ഞാനിതാ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിലേക്ക് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫ്രൈഡ് ഒണിയനും കൂടി ഏറ്റവും ടോപ്പിൽ ഞാനൊന്ന് വിതറി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട് അതും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 3 സ്റ്റേജായിട്ട് ഫ്രൈഡ് ഒണിയനും കാഷ്യൂ നട്ടും ഇട്ടു. ഏറ്റവും ആദ്യം ഇട്ടു, അതിനുശേഷം രണ്ടാമത് ഒന്ന് കുക്കായതിനു ശേഷം ഇട്ടു. ഇപ്പോൾ ടോപ്പിലൊന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ എങ്കിലും കുറച്ചും കൂടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ എൻ്റെ ഗീ റൈസ് സെറ്റായി. അപ്പോൾ ബാക്കി കുറച്ച് വന്നതാണ്. അത് നമുക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. വളരെ ഭയങ്കര സൂപ്പർ സ്മെല്ല് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത ഓണിയൻ്റെയും കാഷ്യൂ നട്ടിൻ്റെയും ഗീയുടെയും കോക്കനട്ട് ഓയിലിൻ്റെയും നമ്മുടെ ആ സ്പൈസസിൻ്റെയും എല്ലാത്തിൻ്റെയും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ചിക്കൻ കറി, നമ്മുടെ ഗീ റൈസിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ചിക്കൻ കറി, പിന്നെ കുറച്ച് ചമ്മന്തി, പിന്നെ വാട്ട ഈറ്റിനെ ഡേയിൽ കണ്ടവർക്ക് അറിയാം
ഞാൻ എൻ്റെ ഈ ഒരു കഴിക്കൽ പാർട്ട്, വിളമ്പൽ പാർട്ടൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ലഞ്ച് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് 1 വീക്ക് മുന്നേ, ഏകദേശം ഒരു 1 വീക്കിന് മുന്നെയാണ്, ഇത് ഒരാഴ്ച മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വീക്കെൻഡിലെങ്ങാണ്ടോ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കി. ഗീ റൈസ്, നമ്മുടെ കട്ട് മാംഗോ പിക്കിള്, അതുപോലെ തന്നെ ലൈം പിക്കിള്, പിന്നെ ചിക്കൻ കറി, ചമ്മന്തി, ദാൽ കറി, പപ്പടം, റൈത്ത എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഇക്കാക്കും മക്കൾക്കും ഉള്ള ചോറും കറിയൊക്കെ അവരെടുത്ത് കഴിച്ചു. എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. അപ്പോൾ ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഗീ റൈസ് വെച്ച് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടി. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടി. പിന്നെ അതിനുശേഷം അതിൻ്റെ ഗീ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും ഫ്രൈഡ് കാഷ്യൂനട്ടും കൂടി ഞാൻ ടോപ്പിൽ വെച്ച് കൊടുത്തു. പിന്നെ 1-2 പീസ് ചിക്കൻ എടുത്തു. അങ്ങനെ പ്ലേറ്റിലേക്ക് ഞാൻ ഓരോന്നായിട്ട് എല്ലാം വിളമ്പുകയാണ്. പിന്നെ വളരെ കുറച്ച് നമ്മൾ മല്ലിയില, പുതിനയില ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി. പിന്നെ പരിപ്പ് കറി എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പരിപ്പ് കറി അല്ല. നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് മഞ്ഞ കളറിനുള്ള ഒരു പരിപ്പ് കറിയാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപ്പ് കറി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ ദാൽ കറി ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഇന്നും വീണ്ടും എക്സ്ട്രാ നെയ്ച്ചോറിൻ്റെ പരിപ്പ് കറി വെച്ചില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതും വേസ്റ്റാവും ഇതും വേസ്റ്റാവും. അങ്ങനെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ലെമൺ പിക്കിള്, ലൈം പിക്കിള്, പിന്നെ ഒരു പപ്പടം, കാർഡ് എല്ലാം വെച്ചു. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഒരു ഗീ റൈസ് കോംബോ എന്ന് വിളിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഗീ റൈസ് എന്ന് പറയുമ്പോഴത്തേനും വളരെ കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗീ റൈസാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് ഓണിയൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ റൈസ് ഭയങ്കരമായിട്ട് ഫ്ലേവർഫുൾ ആവും, നല്ല ടേസ്റ്റ് ആവും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അരി വറുത്തിട്ട് പെട്ടെന്ന് തന്നെ അരി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് തട്ടിപ്പൊത്തി വെക്കാതെ നമ്മൾ അരി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു 7-8 മിനിറ്റെങ്കിലും അരി നന്നായിട്ട് ആ ഗീയിലും കോക്കനട്ട് ഓയിലും കിടന്ന് വറുക്കണം. മനസ്സിലായില്ല? അപ്പം പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഗീ റൈസും ചിക്കൻ കറിയും പരിപ്പും എല്ലാം കൂടി ചേർത്ത് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ ലഞ്ചായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ നാടൻ സാധാ ചോറും കറിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഗീ റൈസാണ്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ഇട്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഗീയിലും റൈസ് വറുക്കുന്നതായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കുഞ്ഞു കൊച്ചു ടിപ്സ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വളരെ കൊച്ചു ടിപ്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം എൻ്റെ ടേസ്റ്റി ലഞ്ച് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.